വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കൊറിയർ വന്നിട്ടുണ്ട്. അപ്പം അത് അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ചെടികളെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. ഇത് തൃശ്ശൂരുള്ള ഗ്രീൻ ബ്ലോസം എന്ന് പറയുന്ന ഗാർഡനിൽസ് നിന്നിട്ട് എടുത്തിട്ടുള്ളത്. ഇത് സെബീനത്തയുടെ കയ്യിൽ നിന്നിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. തൃശ്ശൂരാണ് അവരുടെ വീട്. അപ്പോൾ സെബീനത്തയുടെ കയ്യിൽ നിന്ന് ഞാൻ പല പ്രാവശ്യം പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അവരുടെ അടുത്തുള്ളത്. അപ്പം ഇന്നലെ കൊറിയർ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. ഇത് നമ്മുടെ റിവേഴ്സ് പ്ലാന്റ് എന്നൊക്കെ പറയും, ലൈക്കോപോഡിയം. ഇത് എൻ്റെ അടുത്ത് മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഇത് നഷ്ടപ്പെട്ടപ്പോൾ ഒന്നുകൂടെ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ അടുത്ത പ്ലാന്റ് വാങ്ങിച്ചിട്ടുള്ളത് ഓർക്കിഡാണ് കേട്ടോ. ഇതും നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്, നല്ല കളറാണ്. എനിക്ക് ഈ കളറ് നല്ല ഇഷ്ടമായിട്ടാണ്. അപ്പം ഫ്ലവറോട് കൂടിയുള്ളത് തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഓർക്കിഡൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ, വാട്സപ്പിൽ. അപ്പം എനിക്ക് ഇത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റാണ്, അതും ഫ്ലവറോട് കൂടി നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഹാപ്പി ഹോം എന്ന് പറയുന്ന വയനാട്ടിലുള്ള ഒരു ഗാർഡനിൽസിൽ നിന്നാണ്. ഇവരുടെ അടുത്തുനിന്ന് ഞാൻ പലപ്പോഴായിട്ട് പ്ലാന്റ്സ് വാങ്ങാറുണ്ട് കേട്ടോ. ഒരു 2-3 വർഷത്തെ അടുപ്പാണ് കേട്ടോ ഇവരുടെ അടുത്തുള്ളത് എനിക്ക്. അപ്പം ഇവരുടെ അടുത്തുനിന്ന് കുറച്ച് 2-3 പ്ലാന്റ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നല്ല പാക്കിങ്ങും കൂടിയാണ് കേട്ടോ അവരുടേത്. നല്ല പാക്കിങ്ങാണ്, ചെടികൾ കേടുകൂടാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മരമുല്ലയാണ് കേട്ടോ. മരമുല്ല, മുരായു എന്നൊക്കെ പറയും. നല്ല പ്ലാന്റാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് കാണിച്ചിട്ടില്ലേ, നിറയെ പൂക്കളോടുകൂടി നല്ല മണമുള്ള മുല്ലയാണ് കേട്ടോ. ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ, നല്ല പ്ലാന്റാണ്. അപ്പോൾ അതൊന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ചൈന ഡോളാണ് കേട്ടോ. ഇത് ഇൻഡോർ പ്ലാന്റാണ്. ഇതും ഞാൻ കുറച്ച് നാളായിട്ടാണ് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇലകളൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഇൻഡോർ പ്ലാന്റും കൂടിയാണിത്. അപ്പോൾ അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ടുള്ളത് നമ്മുടെ ഫിഗ്. ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഇൻഡോറായിട്ട് വളർത്തുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റും കൂടിയാണ് ഇത്. നല്ല ഹൈറ്റിൽ വരും. പിന്നെ അവർ ഇതിൽ ഒരു കോംപ്ലിമെൻ്റായിട്ട് ഒരു പ്ലാന്റും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഹാപ്പി ഹോമിൽ നിന്ന് നമ്മൾ എന്ത് പ്ലാന്റ്സ് വാങ്ങിച്ചാലും അവരൊരു കോംപ്ലിമെൻ്റായിട്ട് ഒരു പ്ലാന്റ്സ് വെക്കാറുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഫിഗ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ശരിയായിട്ടുള്ള പേര് ഫിഗ് പ്ലാന്റ് എന്നാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് എൻ്റെ അടുത്ത് മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ പോട്ട് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യാത്ത കാരണം ആ പ്ലാന്റ് എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ അത് വീണ്ടും ഞാൻ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഈ ഒരു ഗാർഡനിൽസിൽ നിന്ന് ഹാപ്പി ഹോം വയനാട് ഹാപ്പി ഹോം ഗാർഡനിൽ നിന്ന് ഇത്രയും പ്ലാന്റാണ് ഞാൻ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പാക്കിങ്ങും കൂടിയായിട്ട് ആയിരുന്നു കേട്ടോ ഈ ഒരു ഗാർഡനിൽസിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് ഒന്ന് പോട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ബ്ലോസത്തിൽ നിന്ന് വാങ്ങിച്ച പ്ലാന്റ് നല്ല ഹെൽത്തി തന്നെയാണ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ഈ ഒരു പ്ലാന്റ്സാണ് ഞാൻ വാങ്ങിച്ചതെന്ന്. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് പ്ലാന്റ് ചെയ്യണം, പോട്ട് ചെയ്യണം ഈ പ്ലാന്റ്സൊക്കെ. അപ്പം അത് ഞാൻ അപ്പോൾ തന്നെ ചെയ്തു കേട്ടോ. ഇത് ഞാൻ പോട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ റിവേഴ്സ് പ്ലാന്റ് നമ്മൾ പോട്ട് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഇത് അടിയിൽ കൂടെ ആണ്, പോട്ടിൻ്റെ അടിയിൽ കൂടെ വലിയ ഹോളിട്ടിട്ട് അതിലൊരു ചകിരി ഞാൻ പ്ലാന്റ് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മേലെയായിട്ട് പോട്ടിങ്ങായിട്ട് കൊടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയും ചകിരിച്ചോറുമാണ് കേട്ടോ. ഇത് തണലിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വളരുക. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിത് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർക്കിഡ്, അതിപ്പം ഒരു ജസ്റ്റ് ഒന്ന് ഞാൻ പോട്ട് ചെയ്തു എന്നുള്ളൂ. ഇനി ഞാൻ ശരിയായ രീതിയിൽ ഇത് പോട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി മരമുല്ലയാണ്. അത് ഞാൻ പോട്ട് ചെയ്തിട്ടുള്ളത് ചകിരിച്ചോറും അതുപോലെ തന്നെ മണൽ, ചാണകപ്പൊടി, ഇത് 3 കൂടെ മിക്സ് ചെയ്തിട്ട് പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പോട്ട് മിക്സ് ആക്കിയിട്ട് പോട്ടിൽ. ഇനി
2 പ്ലാന്റും കൂടിയും പോട്ട് ചെയ്യാനുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഇനി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, താങ്ക് യു.